പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി യൂട്യൂബിൽ കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്നതോർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ യൂട്യൂബിൽ കൂടെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ജാതി മത സംഘടനാ വ്യത്യാസമന്യേ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അടിയൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കട്ടെ. ലോകമെമ്പാടും യുദ്ധവും യുദ്ധശ്രുതികളും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജനം ഭയത്തിലും ഭയപ്പാടിലും ഒക്കെ ആയിരിക്കുന്ന ഒരു കാലയളവാണ്. എന്ത് ചെയ്യും, എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒന്നിനു പുറകെ ഒന്നുമായി ആഞ്ഞടിക്കുമ്പോൾ ദൂരത്തും ചാരത്തുമായിരിക്കുന്നവർക്ക് ഈ തിരുവെഴുത്ത് ഒരാശ്വാസമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ തിരുവചന ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. അതിനാധാരമായി തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ തിരുവെഴുത്തെന്ന് പറയുന്നത് കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം ഇങ്ങനെ പറയുന്നു: യേശുക്രിസ്തു അവൻ സർവത്തിനും മുൻപേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. മുൻപനായ ക്രിസ്തു, സകലത്തിനും മുൻപനായ ക്രിസ്തു യേശു. തിരുവെഴുത്തുകളെ ഉടനീളം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ട്. യേശു ക്രിസ്തു ദൈവമല്ല എന്ന് പറയുന്നവരുണ്ട്. നിങ്ങൾക്ക് 3 ദൈവങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇങ്ങനെ ആവശ്യമില്ലാത്ത ചില ക്വസ്റ്റ്യനും ആൻസറുകളും ഒക്കെ കിടക്കുക. ഞാൻ അതിലേക്കൊന്നും അല്ല കിടക്കുന്നത്. യേശുക്രിസ്തുവാണ് വലിയവനെന്ന്, അതിനേക്കാൾ വലിയ ഒരുവനില്ല എന്നും ബൈബിളിൽ 66 പുസ്തകങ്ങളിൽ വിശദീകരിച്ച് എഴുതി വച്ചിരിക്കുക. ഈ തൃത്വം എന്ന് പറഞ്ഞാൽ ഈ ആത്മാവില്ലാത്തവർക്ക് ഇതിനെ മനസ്സിലാക്കാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മ നിറവുള്ളവർക്ക് മാത്രമേ ഈ തൃത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. അല്ലാത്തവർക്ക് ഒരിക്കലും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. ഞാൻ തൃത്വത്തെക്കുറിച്ചൊക്കെ ഒത്തിരി ഇതിനു മുമ്പ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26, 27, 28: നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക. നാം നമ്മുടെ സ്വരൂപം. വരിക, ഉൽപ്പത്തി 11-ാം അധ്യായത്തിലേക്ക് വരിക, നാം ഇറങ്ങിച്ചെല്ലുക, ഭാഷ കലക്കിക്കളക. യെശയ്യാപ്രവചനം 6-ാം അധ്യായം പഠിക്കുമ്പോൾ 1 മുതൽ 8 വരെ വായിക്കുമ്പോൾ 6 നമുക്ക് വേണ്ടി പോകും. തൃത്വം എന്നുള്ളൊരു പദമില്ലെങ്കിലും ബഹുവചനമായിട്ട് ഒരുപാട് കിടപ്പുണ്ട്. അതിന് കൊടുക്കുന്ന ഒരു നിർവചനമാണ് എലോഹീം, ദൈവങ്ങൾ എന്നർത്ഥമുള്ള. മത്തായി 28-18 മുതൽ 20 വരെയുള്ള ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറഞ്ഞാൽ ഏകനാമത്തിൽ നിന്നുള്ള 3 പുറപ്പാടാണ് തൃത്വം എന്ന് പറയുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഒത്തിരി തിരുവെഴുത്തുകൾ ഉടനീളം കിടപ്പുണ്ട്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവാദം പറയുകയാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി വചനങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് കടക്കാതെ യേശുക്രിസ്തു വലിയവൻ. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 40 മുതൽ 43 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യമാണ്:
ചുരുക്കി പറയുകയാണ്, യേശുക്രിസ്തു യോനയേക്കാൾ വലിയവൻ, ശലോമോനേക്കാൾ വലിയവൻ, മോശയേക്കാൾ വലിയവൻ, അബ്രാമിനേക്കാൾ വലിയവൻ. വിശദീകരിച്ച് ഇത് എൻ്റെ ഭാഷകൾ ലോകത്തിലുള്ളവരേക്കാൾ ഏറ്റവും വലിയവൻ അത് തന്നെയാണ് യേശുക്രിസ്തു. ഒത്തിരി തിരുവെഴുത്തുകൾ നമുക്ക് തിരുവെഴുത്തുകളിൽ കൂടെ കാണാം. കൊലോസ്യർ 1:18 മാത്രമല്ല, എബ്രായർ 3:3 പറയുന്നു, ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനെന്ന് എണ്ണിയിരിക്കുന്നു. മോശയേക്കാൾ വലിയവൻ. തിരുവെഴുത്തുകൾ ഉടനീളം ഒത്തിരി വാക്യങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. അവൻ ദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് യോഗ്യനാണ്. എബ്രായർ 1:4 പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 3:31 പറയുന്നു, മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ, സ്വർഗത്തിൽ നിന്നും വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ. ഇത് വിശുദ്ധ തിരുവെഴുത്തുകളിൽ ഉടനീളം കാണുക. റോമർ 14:9 പറയുന്നു, മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവ് ആകേണ്ടതിന് അവൻ മരിക്കുകയും ഉയർക്കുകയും ചെയ്തുവല്ലോ. അപ്പോൾ തിരുവെഴുത്തുകൾ ഉടനീളം പഠിക്കുമ്പോൾ ശലോമോനേക്കാൾ വലിയവൻ എന്ന് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയാനുണ്ട്. ഈ ലോകത്തിൽ ആരും അല്ല വലിയവൻ. വലിയവൻ ഒരുവനുണ്ട്. ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് എൻ്റെ ചിന്താവിഷയം നസ്രയനായ യേശുക്രിസ്തു തന്നെയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 4:12 പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. ഒരേ ഒരു നാമം നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. ഞങ്ങൾക്ക് എടുത്തു പറയാൻ കഴിയും, വേറെ ഒരു നാമവുമില്ല. ബാക്കിയുള്ള നാമങ്ങളെല്ലാം വിട്ടുപോകുമ്പോൾ നിലനിൽക്കുന്ന ഒരു നാമമുണ്ട്, അതാണ് നസ്രയനായ യേശുക്രിസ്തു. വിഷയത്തിലേക്ക് വരാം. യോനയുടെ ചരിത്രം നമുക്കറിയാം. യോനയുടെ പ്രവചനം നമ്മൾ പഠിക്കുമ്പോൾ 1, 2, 3 അധ്യായങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ യോനയുടെ ചരിത്രം അറിയാം. യോന 4 അധ്യായം വരെ എഴുതി കുറേ കാര്യങ്ങളൊക്കെ എഴുതിയെങ്കിലും, താൻ ഏൽപ്പിച്ച ശുശ്രൂഷകൾ ചെയ്തു എങ്കിലും, യേശുക്രിസ്തു പറയും, ഞാൻ മത്തായി എടുത്തെഴുതുമ്പോൾ, ചുങ്കക്കാരനായ മത്തായി എടുത്തെഴുതുമ്പോൾ ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ട് പറയുന്നു, യേശുക്രിസ്തു യോനയേക്കാൾ വലിയവൻ. കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും കിടന്നു എങ്കിലും അവിടെ കിടന്ന് അയ്യം വിളിച്ചവന് രക്ഷ കൊടുത്ത് രക്ഷിച്ചവനാണ് ക്രിസ്തു. അതാണ് ക്രിസ്തു എന്ന് പറഞ്ഞാൽ, ഒരാൾ ചോദിച്ചു, നിങ്ങളുടെ യഹോവ യേശുക്രിസ്തുവിന് യഹോവ എന്ന് പേരുണ്ടോ? പഴയ നിയമത്തിൽ യഹോവ എന്നുണ്ടല്ലോ. ഉണ്ട്. പുതിയ സ്തോത്രം. യേശുക്രിസ്തുവിനെക്കുറിച്ച് യഹോവ എന്ന് പറയുന്ന ഒരു പദം കിടപ്പുണ്ട്. സെക്കറിയ പ്രവചനം 14 അധ്യായം 7-8 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഒലിവ് മലയിൽ കാല് വെക്കുന്നത് യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിന് പറഞ്ഞിരിക്കുന്ന പേരാണ് യഹോവ. അപ്പോൾ ഇത് ഏകനാമത്തിൽ നിന്നുള്ള 3 പുറപ്പാടാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ആത്മാവുള്ളവർ, കാരണം ഇത് ആത്മാവിനാൽ, പരിശുദ്ധ ആത്മാവിനാൽ, വിശുദ്ധിയുടെ ആത്മാവിനാൽ എഴുതപ്പെട്ട വചനമായതുകൊണ്ട്, ഇത് 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളിയാകുന്ന വചനമായതുകൊണ്ട് ഇത് അശുദ്ധന്മാർക്ക് ഒരുത്തർക്കും എടുത്ത് ഇതിനെ വ്യാഖ്യാനിക്കുവാൻ കഴിയത്തില്ല. അശുദ്ധിയിൽ നടക്കുന്ന, ലോകപ്രകാരം നടക്കുന്ന ഒരു വ്യക്തിക്ക് ഈ വചനമെടുത്ത് വ്യാഖ്യാനിക്കുവാൻ കഴിയത്തില്ലെന്ന്. കാരണം അത് വ്യാഖ്യാനിക്കണമെങ്കിൽ, അതിൻ്റെ പൊരുൾ തിരിക്കണമെങ്കിൽ
സുവിശേഷകനായ ഫിലിപ്പോസിനെ കൊണ്ടേ പറ്റത്തുള്ളൂ. അല്ലാതെ എത്യോപ്യയിലെ മന്ത്രിക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ വെച്ച് പഠിച്ചാൽ മതി. പൊരുൾ തിരികെ വായിക്കാൻ അറിയാം എല്ലാവർക്കും, അതിനെ കോട്ടിക്കളയുവാനറിയാം. പക്ഷെ യഥാർത്ഥത്തിൽ ദൈവവചനം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒന്നാമതായി ഇതിനെ മനസ്സിലാക്കണം, പരിശുദ്ധ ആത്മാവിനാൽ നിറയപ്പെടണം. എത്ര പ്രാവശ്യം പറഞ്ഞു യെശയ്യാപ്രവചനം 34:16, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, ഒന്നിനോടൊന്ന് ഇണയില്ലാതിരിക്കുകയില്ല. ദൈവത്തിൻ്റെ വായല്ലോ കൽപ്പിച്ചത്, അവൻ്റെ ആത്മാവത്രേ അതിനെ കൂട്ടിവരുത്തിയത്. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1:19, 20, 21 വാക്യം വായിക്കുമ്പോൾ പ്രവാചക വാക്യവും അധിക സ്ഥിരമായി നമുക്കുണ്ട്. നേരം വെളുക്കുകയും അത് ഹൃദയത്തിൽ ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 3:16, 17, എല്ലാ തിരുവെഴുത്തും ദൈവസ്വാസീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് 1 ശാസനത്തിനും 2 ഗുണീകരണത്തിനും 3 ഉപദേശത്തിനും നീതിയിലെ അഭ്യാസത്തിനുമാണ്. ഉപദേശം, ശാസനം, ഗുണീകരണം, നീതിയിലെ അഭ്യാസത്തിന്. ഇതെന്താണ്? ഇത് 3 സഭാപ്രസംഗി 3:11. ഇത് മനുഷ്യന് എല്ലാം ദൈവം മതത്തിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുകയും മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിത്യത വെച്ചിരിക്കുകയും ചെയ്യുക. നിത്യത വരെയുള്ള വെളിപ്പാടാണ് വിശുദ്ധ ബൈബിൾ. 66 പുസ്തകങ്ങൾ, 1189 അധ്യായങ്ങൾ, 31,173 വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഞങ്ങൾക്ക് ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരുത്തുവാൻ പറ്റത്തില്ലെന്ന് യേശുക്രിസ്തു തന്നെ പറയണം. മത്തായി 5:18-19. ആകാശം മാറിപ്പോയാലും ഭൂമി മാറിയാലും ദൈവവചനത്തിന് മാറ്റമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു വള്ളിക്കോ പുള്ളിക്കോ ആകാശവും ഭൂമിയും മാറിപ്പോകണം. ഒരു വള്ളിക്കോ പുള്ളിക്കോ ഇതിന് മാറ്റം വരുത്താൻ പാടില്ല. അതുകൊണ്ട് ഇത് ആത്മാവിനാൽ എഴുതപ്പെട്ടതായതുകൊണ്ട്, ആത്മാവിനാൽ കൂട്ടിച്ചേർത്ത വചനമായതുകൊണ്ട് ഇതിനെ പരിശുദ്ധാത്മാവുള്ളവരോട് മാത്രമേ ഇതിന് സ്തോത്രം എന്താ പറയുന്നത്, ഇത് തർക്കിക്കാൻ പോയിട്ട് കാര്യമില്ല, തർക്കിച്ചിട്ട് കാര്യമില്ല, തർക്കം നമുക്ക് പാടില്ല. കുറച്ചൊരു 1-ാം ലേഖനം 11:16 തോന്നുന്നു, ഇങ്ങനെ ഒരു തർക്കം പാടില്ല, അങ്ങനെ തർക്കം പാടില്ല, അങ്ങനെയുള്ള ദൈവസഭയ്ക്ക് അങ്ങനെയുള്ള മര്യാദ ഇല്ലെന്ന്, അങ്ങനെയുള്ള ഇതില്ല. കാരണം എന്ന് പറഞ്ഞാൽ ദൈവസഭയ്ക്ക് അങ്ങനെയുള്ള ഒരു തർക്കം പാടില്ല. തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2:23 തോന്നുന്നു ഇങ്ങനെ പറയുന്നുണ്ട്, മൗഢ്യ തർക്കം നിർത്തിക്കളയാം. അപ്പോൾ ഇതുകൊണ്ട് മൗഢ്യ തർക്കങ്ങളൊന്നും നമുക്ക് വേണ്ട. സംവാദങ്ങൾ അന്നും നടന്നിട്ടുണ്ട്, ആദിമ നൂറ്റാണ്ടുകളിലും നടന്നിട്ടുണ്ട്. എങ്കിലും ഞാൻ പറയുന്നത്, ഒരുത്തനെ അറിയാൻ വേണ്ടി വരുന്നെങ്കിൽ മാത്രം അതിനു വേണ്ടി ഒരുങ്ങുക, പറഞ്ഞു കൊടുക്കുക. അല്ലാതെ ചുമ്മാ കയറി തർക്കിക്കാൻ വരുന്നവനോട് സംസാരിച്ചിട്ട് എന്താ കാര്യം? അവനോട് സംസാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അവർ ആദ്യം പഠിക്കേണ്ടത് സാദൃശ്യവാക്യം പോയിരുന്ന് പഠിക്കട്ടെ. ശലോമോൻ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? തർക്കിക്കാൻ വരുന്നവർ ആദ്യം സാദൃശ്യവാക്യം പോയി പഠിക്കട്ടെ. അപ്പോൾ ഞാനൊരു കാര്യം പറയുന്നത്, എന്താ ഒരു മനുഷ്യന് വേണ്ടതെല്ലാം അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ജ്ഞാനികളുടെ ജ്ഞാനി എന്ന് പറയുന്ന ശലോമോൻ സകലതും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് എൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ, തിരുവെഴുത്തുകളിലേക്ക് വരുമ്പോൾ, യേശു ക്രിസ്തു സ്തോത്രം യോഹന്നാന്റെ സുവിശേഷം 1:1 പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്വം. ആദിയിൽ വചനമുണ്ടായിരുന്നു, ദൈവത്വം. വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വ്യക്തിത്വം. വചനം ദൈവമായിരുന്നു, നിത്യത്വം. അപ്പോൾ ദൈവത്വം, വ്യക്തിത്വം, നിത്യത്വം, ഇത് മൂന്നുമാണ് അവിടെ എഴുതിയിരിക്കുന്ന വചനത്തിൻ്റെ നിർവചനം എന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ ചിന്താവിഷയത്തിലേക്ക് കൂടി വരാം. യേശുക്രിസ്തുവിനെ പറയുക, യേശുക്രിസ്തുവിനെ കുറിച്ച് ഉള്ള സുവിശേഷം ലോകത്തെ അറിയിക്കുക. എന്നിട്ട് ദൈവസഭയോട് 7 സഭയോട് ദൂതറിയിക്കുമ്പോൾ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറയുക, പോയി പറയുക എന്നുള്ളത് ആർ നമുക്ക് വേണ്ടി പോകും? പോയി പറയുക എന്നുള്ളത് തിരുവെഴുത്തുകളിലെ സത്യമാണ്.
സുവിശേഷം പ്രചരിപ്പിക്കുക എന്നുള്ളത് ആദിമ നൂറ്റാണ്ടുകളിൽ പോലും സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിച്ചു. പ്രസംഗം കേട്ടവർ അവർ മാനസാന്തരപ്പെട്ടു. അവർ ഞങ്ങൾ എന്ത് ചെയ്യണം, മാനസാന്തരപ്പെടുവാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് തക്ക മറുപടി കൊടുത്ത്, വചനം കൊടുത്ത് അവരെ വിശ്വാസ സ്നാനം അവർ സ്വീകരിച്ചതായി ദൈവവചനത്തിൽ കാണുകയാണ്. അപ്പോൾ യോനയേക്കാൾ വലിയവനെന്ന് പറയുമ്പോൾ കടലാനയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്നത് കൊണ്ട് യോന വലിയ ആളാകത്തില്ല. കാരണം രക്ഷിപ്പാൻ ഒരു നിലവിളിച്ചപ്പോൾ എന്നിടത്ത് കൊണ്ടുപോയി ഛർദ്ദിക്ക എന്ന് പറഞ്ഞു. അതിനെയൊക്കെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി ഛർദ്ദിച്ച സ്ഥലം തന്നെ വിഴുങ്ങിയിടത്തു നിന്നല്ല കൊണ്ടുപോയി ഛർദ്ദിച്ച സ്ഥലം എന്ന് പറയുന്നത് നിനവയുടെ മതിലിൻ്റെ, അവരുടെ നിനവേക്കാരുടെ മതിലിൻ്റെ ഒരു സ്ഥലത്താണ് കൊണ്ടുപോയി ഛർദ്ദിച്ചത്. അല്ലാതെ അവിടെ വിഴുങ്ങിയിടത്ത് കൊണ്ടുപോയി ഛർദ്ദിച്ചെന്നല്ല. ചരിത്രം പറയുന്നത് നിനവേക്കാരുടെ ദൈവമാണ് മത്സ്യദേവൻ എന്ന് പറയുന്നത്. ഈ മത്സ്യം അവനിങ്ങനെ വരുന്നത് കണ്ടപ്പോൾ അവരെല്ലാം കൂടെ തൊഴാൻ തുടങ്ങിയെന്ന്. അവർ തൊഴാൻ അങ്ങോട്ട് തുടങ്ങി. അവസാനം യോനയെ കരയിൽ ഛർദ്ദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, ഞങ്ങളുടെ ദൈവം ഒരാളെ ചുമന്നു കൊണ്ടുവന്ന് ഇവിടെ ഛർദ്ദിച്ചു, അല്ലെങ്കിൽ ഇവിടെ പുറത്ത് കൊണ്ടുവന്നു. അതുകൊണ്ടാണ് നിനവേൽ പട്ടണത്തിൽ ദൂതറിയിക്കാൻ ചെന്നപ്പോൾ നിനവേയിലെ നിഷ്ഠൂരന്മാരും കൊലപാതകന്മാരുമായ വ്യക്തി ജീവിതങ്ങൾ അനങ്ങാതെ ഇരുന്ന് ദൈവവചനം കേട്ടത്. അപ്പോൾ ചോദിക്കുന്നത്, ഇത് ബുദ്ധിയുടെ പ്രമാണമല്ലേ? അതെ, ഇത് ബുദ്ധിയുടെ പ്രമാണമാണെന്ന് പറഞ്ഞാലും, ഇത് ചരിത്രപരമായി പറഞ്ഞാലും എല്ലാം കൂടെ ബൈബിളിനകത്ത് എഴുതി വയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ചരിത്രകാരന്മാർ എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ് ഞാനീ പറഞ്ഞത്. അതുകൊണ്ട് യോനയെ കണ്ടപ്പോൾ ഞങ്ങളുടെ ദൈവം മത്സ്യദേവൻ ഒരുവനെ കൊണ്ടുവന്ന് വെളിയിൽ കൊണ്ടുവിട്ടു, അല്ലെങ്കിൽ മീനിൻ്റെ വയറ്റിൽ ചുമന്നു കൊണ്ടുവന്ന് ഞങ്ങളുടെ മുൻപിൽ കൊണ്ടിറക്കിയത് ഇവനൊരു ദേവനാണെന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ടാണ് അവൻ അങ്ങനെ കണ്ടതും നന്നായി. ഇന്ന് ദേവനെന്നും കാണത്തില്ല, ദൈവദാസനെന്നും കാണത്തില്ല. എന്തു തന്നെ ആകട്ടെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. വിഷയത്തിലേക്ക് വരുമ്പോൾ അതുകൊണ്ടാണ് അവരോട് ദൂതറിയിച്ചപ്പോൾ 40 ദിവസം നിനവേ പട്ടണം ഉന്മൂലനാശമാകുമെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവരെല്ലാം ഒന്നടങ്കം വചനം കേട്ട്. പിന്നെ യോനയുടെ ഒരു തെറ്റുകൂടെ അവിടെ ഉണ്ട്. എൻ്റെ ഒരു ആത്മീയ ഭാഷയെ പറഞ്ഞ ഒരു തെറ്റുകൂടെ ഉണ്ട്. ദൂതറിയിക്കുന്നവൻ ഒരു കാര്യം ചെയ്യണം. പ്രവാചകൻ ദൂതറിയിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ പറയണം. എന്ന് പറഞ്ഞാൽ നീ നശിച്ചു പോകുമെന്ന് പറയുക മാത്രമല്ല, നീ എന്ത് ചെയ്യണം? മടങ്ങി വന്നാൽ, മാനസാന്തരപ്പെട്ടാൽ എന്നൊരു പദം കൂടെ അവിടെ എഴുതിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ട് നീ മടങ്ങി വന്നില്ലെങ്കിൽ നശിപ്പിക്കുമെന്നാണ് പറയേണ്ടത്. അപ്പോൾ വചനത്തെ കൂട്ടുകയല്ല, അത് ദൈവം ക്ഷമിക്കട്ടെ, ഞാൻ അത്രയും കൂടെ കൂട്ടിയത്. അപ്പോൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ദൂത് പറയുന്നവൻ പറയേണ്ട ഒരു കാര്യം, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നശിച്ചു പോകുമെന്നാണ് പറയട്ടെ. പുള്ളി ആ മാനസാന്തരം പറഞ്ഞില്ല. പുള്ളി നാശം കാണാൻ നോക്കിയിരുന്നു. പുള്ളി ആവണക്കൊക്കെ പെട്ടെന്ന് കിളിച്ചു വന്നു, പെട്ടെന്ന് പോയി, പുഴുതുന്നു പോയി, പിന്നെ കോപിച്ചു, ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അതുകൊണ്ടാണ് എഴുതി വച്ചിരിക്കുന്നത് മത്തായി 12:41 യോനയേക്കാൾ വലിയവനാണ് യേശു ക്രിസ്തു. അടുത്ത ശലോമോനിലേക്ക് വരുമ്പോൾ തുടക്കം നല്ലതായിരുന്നു, ഒടുക്കം അല്ല, ഇടയ്ക്ക് പോയി ഒടുക്കം നാശമായി. റാങ്ക് ലിസ്റ്റിൽ പേര് വന്നപ്പോൾ, ഇന്ന് റാങ്കൊന്നും ഇല്ലല്ലോ, ഇന്ന് എല്ലാം A+, B+ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ എബ്രായ ലേഖനം 11 അധ്യായമാണ് റാങ്ക് ലിസ്റ്റ്. എല്ലാവരുടെയും പേര് റാങ്കിൽ വരത്തില്ല. റാങ്കിൽ വരണമെങ്കിൽ ഏകദേശം നല്ല മാർക്കുള്ള ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാകില്ല A+ വാങ്ങുന്ന കുഞ്ഞുങ്ങൾക്കാണ് റാങ്കിലേക്ക് വരുന്നത്, റാങ്ക് ലിസ്റ്റിൽ വരുന്നത്.
റാങ്ക് ലിസ്റ്റിൽ വരാണ് എബ്രായർ 11-ാം അധ്യായത്തിൽ അത് ഒതുങ്ങത്തില്ല. അപ്പോൾ എല്ലാവരുടെയും കൂടെ പേരെഴുതാങ്കി. എന്നാൽ ഈ ശലോമോൻ ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതി നമുക്ക് സഭയിലെ പ്രസംഗിയായിരുന്നു, സദൃശ്യവാക്യം എഴുതി, സങ്കീർത്തനങ്ങളിൽ എഴുതി, കുറേ കാര്യങ്ങൾ നമുക്ക് ആത്മീയ പ്രചോദനത്തിന് വേണ്ടി എഴുതി തന്ന കർത്തൃദാസൻ്റെ മകനെന്ന് വേണമെങ്കിൽ പറയാം. 3 പ്രാവശ്യം അഭിഷേകം ചെയ്തതുകൊണ്ട് ദാവീദിനെ കർത്തൃദാസൻ എന്ന് വിളിക്കും. കർത്തൃദാസനായ ദാവീദിൻ്റെ മകൻ ശലോമോൻ, ബത്ശേബയിൽ ജനിച്ച ശലോമോൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു. പക്ഷേ 10-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ, 3-ാം അധ്യായം തൊട്ട് 10-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ, 3-ാം അധ്യായത്തിൽ ആദ്യ തുടക്കം ഭയങ്കര പ്രാർത്ഥനയാണ്. മുട്ടുമടക്കി അങ്ങോട്ട് പ്രാർത്ഥന അങ്ങോട്ട് തുടങ്ങി. ദൈവമേ, എനിക്ക് ലോകത്തിലെ ഒന്നും വേണ്ട, നിൻ്റെ ജ്ഞാനം വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ശലോമോന് ദൈവം വിശാലത കൊടുത്തു, ചോദിക്കാത്തതും കൊടുത്തു. നീ ഭൗതികമോ മറ്റുള്ള കാര്യങ്ങളോ ചോദിക്കാത്തത് കൊണ്ട് അതും കൂടെ കൊടുത്ത് സകലതും കൊടുത്ത് ശലോമോനെ ഉറപ്പിച്ച ദൈവം 2 വ്യഭിചാരം ചെയ്തുകൊണ്ട് 2 സ്ത്രീകൾ 3:20-21 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവരെ അവിടെ പരിജ്ഞാനത്തോടുകൂടെ ഒരു കൊച്ചിൻ്റെ ദേഹത്ത് കയറി കിടന്ന് കുഞ്ഞ് മരിച്ചുപോയി. 2ാമത് ഒരുത്തി അവൾ കുഞ്ഞിനെ സൂക്ഷിച്ചു. അർദ്ധരാത്രിയിൽ ഒരു തീ എഴുന്നേറ്റു. അടുത്ത തീയുടെ കീഴിൽ കിടന്ന കുഞ്ഞിനെ എടുത്ത് ഈ തീയുടെ സൈഡിൽ വെച്ചിട്ട് ആ മരിച്ചുപോയ കുഞ്ഞിനെ എടുത്ത് ആ മറ്റേ തീയുടെ അടുത്തേക്ക് വെച്ചു. അങ്ങനെ 2 തീകൾ കൂടെ തമ്മിൽ വഴക്കുണ്ടായി. ഈ തീകൾ തമ്മിൽ വഴക്കുണ്ടായി. അവസാനം ശലോമോൻ്റെ അടുക്ക വിഷയം വന്നപ്പോൾ ശലോമോൻ അവിടെ നല്ല പരിജ്ഞാനത്തോടെ അങ്ങോട്ട് കൊടുത്തു. അവിടെ ഒരു ആത്മീയ ദൂത് കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് അതെടുത്തത്. എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് തീ പറഞ്ഞു. ഇന്നുണ്ടല്ലോ ഡ്യൂപ്ലിക്കേറ്റ് തീയർ, ഫയർ എന്നൊക്കെയാണ് പറയുന്നത്. അമ്മാരൊന്നും കാണാനില്ല ഇപ്പോൾ, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് തീ പറഞ്ഞു. രണ്ടുപേരോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. അപ്പോൾ 2 പേർക്കും ജീവനുള്ള കുഞ്ഞിനെ വേണം, അതെൻ്റെതാന്ന് പറഞ്ഞു. അവസാനം ഒരു കാര്യം ചെയ്തു. നിങ്ങൾ 3-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചാൽ മതി, അവിടുത്തെ കാര്യം പറയുന്നത്. അപ്പോൾ മറ്റേ ഒരു തീ പറഞ്ഞു, ഡ്യൂപ്ലിക്കേറ്റ് തീ പറഞ്ഞു, അതിനെ ഇങ്ങനെ മുറിച്ചിങ്ങി തന്നേക്കാം 2ആയിട്ട്. അപ്പോൾ ഒറിജിനൽ തീ പറഞ്ഞു, ഒരു കാര്യം മുറിക്കണ്ട, യജമാനനെ അതിനെ കൊടുത്തേര്. അപ്പോൾ ദൈവസഭകളെ മുറിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് തീകളാണ്. ഇത് 4 സ്ഥലത്ത് നിന്ന് വ്യൂസ് കുറവാണെങ്കിൽ 4 ഭാഗത്തു നിന്നും കേൾക്കുന്നത് കൊണ്ട് പറയാം. ദൈവസഭയെ മുറിക്കുന്നത്, മുറിച്ചു കൊണ്ടുപോകുന്നത്, മുറിക്കാൻ പ്രേരണ കൊടുക്കുന്നത് ഒക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് തീകളാണ്. ഒറിജിനൽ തീ പറഞ്ഞു മുറിക്കണ്ട, അതുകൂടെ അങ്ങ് കൊടുത്തേക്കാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സഭയ്ക്കകത്തു നിന്ന് പോകുന്നവൻ പൊക്കോണം, അതിനെ മുറിച്ചു കൊണ്ടുപോകാൻ നിൽക്കരുത്. ഞാനിതിനു മുൻപ് ഒരു വീഡിയോയിലിട്ടു. നാഗർകോവിൽ ഊറ്റുക്കുഴി എന്ന് പറഞ്ഞൊരു സഭയുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ വളർന്നു. ഒരിക്കൽ ഞാൻ പോവുകയും ചെയ്ത് പ്രസംഗിക്കുകയും ചെയ്ത സഭയാണ് ഊറ്റുക്കുഴി സഭ. നല്ല ഉപവാസവും പ്രാർത്ഥിക്കുന്ന ഒരു വിശുദ്ധനായ ഒരു ദൈവദാസൻ. അത് നല്ലൊരു 300-350 പേര് ദൈവസഭയിലുണ്ടായിരുന്നു. അങ്ങനെ വളർന്നു വന്നപ്പോൾ അവിടുത്തെ തോട്ടത്തിലെ നടുവിലെ വൃക്ഷത്തിൻ്റെ നന്മയും തിന്മയും തിരിച്ചറിയുന്ന വൃക്ഷത്തിൻ്റെ ഉള്ളിൽ പിശാച് കയറിയിട്ട് എന്ത് ചെയ്തു, ഈ ദൈവദാസനെക്കുറിച്ച് അപവാദം പറഞ്ഞ് പകുതി എണ്ണത്തിനെയും കൊണ്ടുപോയിട്ട് ഊറ്റുക്കുഴി സഭയിൽ നിന്ന് പോയവൻ ലൂസിഫർ പറഞ്ഞു വന്നപ്പോൾ ഒരു പരിവാരത്തിനെയും കൊണ്ട് വന്നതുപോലെ വന്നവൻ എന്ത് ചെയ്തു, നേരെ കൊണ്ടുപോയിട്ട് ജീവ ഊറ്റുക്കുഴി സഭ എന്ന് പേരിട്ടു.
അവിടെ നിന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ പോയ പുള്ളികളെല്ലാം കൂടെ പിണങ്ങി. അത് രണ്ടാക്കി കൊണ്ടുപോയി. അവസാനം അതിന് പേരിട്ടു, ആ കൊണ്ടുപോയ മൂന്നാമത്തെ പുള്ളി പേരിട്ടു ആജീവാനന്ദ ഊറ്റുക്കുഴി സഭ. അങ്ങനെ കുറേ നാൾ പോയി. ഊറ്റുക്കുഴി സഭ ജീവ ഊറ്റുക്കുഴി സഭയായി, അവസാനം ആജീവാനന്ദ ഊറ്റുക്കുഴി സഭയായി. അങ്ങനെ ആജീവാനന്ദ ഊറ്റുക്കുഴി സഭ ഇല്ലാതായി, ചെതറി. അടുത്ത് ജീവ ഊറ്റുക്കുഴി സഭ ചെതറി എല്ലാം പോയിടത്ത് തിരിച്ച് ആ പോയ സഭയിലേക്ക് തന്നെ തിരിച്ചു വന്നു. ക്ഷമാപണം നടത്തി, ദൈവദാസനോട് ക്ഷമാപണം നടത്തി അവർ അവിടെ ആരാധിക്കുവാൻ തുടങ്ങി. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, ഇത് അവിടുത്തെ നടന്ന സംഭവമാണ്, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ദൈവദാസനെക്കുറിച്ച് അപവാദം പറഞ്ഞ ആ തോട്ടത്തിലെ നടുവിലെ വൃക്ഷം, ഒരിക്കൽ അദ്ദേഹം രാവിലെ ഇറങ്ങി മുറ്റമൊക്കെ അടിച്ചു വാരുവാനായിട്ട് ആ കർത്തൃദാസൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് താടിയൊക്കെ വളർത്തി, തലമുടിയും വളർത്തി, ഒരു ഭ്രാന്തൻ നിൽക്കുന്നത് പോലെ വന്നു നിന്നു. ഇദ്ദേഹം പോയി കൈക്ക് പിടിച്ചു കൊണ്ടുവന്ന് അവിടെ ഇരുത്തി ചായയൊക്കെ കൊടുത്തു. ഇദ്ദേഹം തന്നെ ഷേവ് ചെയ്ത് മുടിയൊക്കെ വെട്ടി എല്ലാം നോക്കിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് തോട്ടത്തിലെ നടുവിലെ വൃക്ഷമാണെന്ന്. വെറുതെ ഇരുന്ന് കരയുന്നതല്ലാതെ ഒരു വാക്കും മിണ്ടുന്നില്ല, കണ്ണുനീര് മാത്രം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഒരു ദൈവദാസനെ കരയിപ്പിച്ചുകൊണ്ട്, അവരെ വേദനിപ്പിച്ചുകൊണ്ട്, ഒരു ദൈവദാസനാകട്ടെ ദൈവദാസിയാകട്ടെ ആരെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം ആരും ചെയ്യരുത്. അപ്പോൾ നിങ്ങൾക്ക് പറയാം, ഞങ്ങൾ കൊടുക്കുന്ന ദശാംശവും സ്തോത്ര കാഴ്ചയാണ് അവർ തിന്നുന്നതെന്ന്. അതെ, നീ കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായം വീട്ടിലിരുന്ന് നല്ല മനസ്സോടെ ഇരിക്കുമ്പോൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ആ വചനം ധ്യാനിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ആലോചന കിടപ്പുണ്ട്. ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കുവിൻ. ദുഃഖത്തോടുകൂടെ ആരും കൊടുക്കരുത്. കൊടുക്കുന്നത് സന്തോഷത്തോടെ കൊടുത്താൽ അവനതിന് പ്രതിഫലം ഉണ്ടാവുന്ന. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. പറയാനുള്ള കാരണം, ശലോമോൻ അവിടെ ചെയ്തത് നല്ലൊരു കാര്യമാണ്. ഈ കുഞ്ഞിനെ മുറിച്ച് രണ്ടായിട്ട് നിങ്ങൾക്ക് രണ്ടാർക്കായിട്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് തീ പറഞ്ഞു, അതെ മുറിച്ചു തരാൻ പറഞ്ഞു. ഒറിജിനൽ തീ എന്ത് പറഞ്ഞു? മുറിക്കരുത്. ഒരു ദൈവസഭയെയും നാം പിളർക്കരുത്. അത് നല്ലതല്ല. ദൈവവചനത്തിന് വിരുദ്ധമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലയോ, നിങ്ങൾ ആ ദൈവദാസനോട് സ്നേഹത്തോടെ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. വേണ്ട, കൂടെ പരിവാരങ്ങളെയും വിളിച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങൾ പോകരുത്. അത് ശരിയല്ല. ആ കണ്ണുനീര് ശാപമായിട്ട് കിടക്കും. അതുകൊണ്ട് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അങ്ങനെ ഭക്തനായ ദാവീദ് ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 21 വരുമ്പോൾ, ഇത് യേശുക്രിസ്തുവിനെ കുറിച്ചല്ലയോ താൻ പറയാൻ വന്നേ, അത് തന്നെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ദാവീദ് ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 21 വരുമ്പോൾ 5 അപ്പത്തിന് വേണ്ടി ഇരന്നു. 5 അപ്പത്തിന് വേണ്ടി ഇരന്നു. അതുകൊണ്ട് രാജാക്കന്മാർക്ക് എഴുതിയ 1-ാം പുസ്തകം 4-ാം അധ്യായം 22, 23, 24 വാക്യം നിങ്ങൾ വായിച്ചാൽ ശലോമോൻ്റെ ഒരു ദിവസത്തെ ചെലവ് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇന്നത്തെ കോടികളുടെ ചെലവാണ് അന്നവിടെ നടന്നിരിക്കുന്നത്. അവിടെ വിശദമായിട്ട് ആ ഭാഗം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വിശദമായിട്ട് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, അപ്പന്മാർ ഇരന്നാലും തലമുറകളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്നാണ് അവിടെ ഒരു ദൂത് കിടക്കുന്നത്. അപ്പന്മാർ കഷ്ടപ്പെട്ടു, അപ്പന്മാർ അടികൊണ്ടു, അപ്പന്മാർ നിന്ന സഹിച്ചു. പക്ഷേ
അപ്പുറത്ത് ശലോമോൻ്റെ കാലം വന്നപ്പോൾ ഇത്രത്തോളം ദൈവം ഉയർത്തി. പക്ഷെ ഒരു കാര്യം ദൈവം വ്യവസ്ഥ വെച്ചു ശലോമോനോട്, നീ നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ നീ ഏകാഗ്ര ഹൃദയത്തോടും ദൈവഭയത്തോടും, രാജാക്കന്മാർക്ക് എഴുതിയ 1-ാം പുസ്തകം 11, 11, 12, 13 വാക്യമാണ്. അവിടെ വായിക്കുന്നത് ദൈവം ഒരു ഉടമ്പടി ചെയ്യുക, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ അടിക്കുമെന്നാണ് പറഞ്ഞത്. മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ അടിക്കുമെന്ന്. അതുകൊണ്ട് റോമർ 13:13 പറയുന്നത് പകൽ വെളിച്ചത്തെന്ന പോലെ മര്യാദയ്ക്ക് നടന്നുകൊള്ളാൻ. എന്നാൽ ദൈവം പറഞ്ഞു വിടാം, ശലോമോനോട് പറഞ്ഞു, നിന്നെ ഞാൻ അടിക്കുവേ, നിന്നോട് കാര്യം ഇതൊക്കെ പറഞ്ഞെങ്കിൽ നിന്നെ ഞാൻ അടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ സകല നന്മകളും 4 സൈഡിൽ നിന്നും ചെയ്യേണ്ടത് മുഴുവന് ദൈവം ചെയ്തു കൊടുത്തു. ശലോമോന്റെ കഴിവാണ്, നോനവർ ഒരിക്കലുമല്ല, ആരുടെയും കഴിവോ മിടുക്കോ ഒന്നുമല്ല. ഞാൻ എപ്പോഴും പ്രസംഗിക്കാൻ പറയാം, 333 ഗ്രാം വെയിറ്റുള്ള ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഈ കാട്ടും കൊണ്ടാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത്. ഒരു ഗ്യാരണ്ടി. അപ്പോൾ നമ്മളാരെയും ഉപദ്രവിക്കാനോ എടുക്കാനോ ഒന്നും പോകണ്ട. അവരവർ ചോദന ചെയ്യുക, ദൈവത്തോട് അടുക്കുക, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോവുക. അപ്പോൾ വിഷയത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ശലോമോനെ ദൈവം ഉയർത്തി, ആലയം പണി നടത്തി. അപ്പൻ യാഗം നടത്തിയ ഒർന്നാൻ്റെ കളത്തിൽ തന്നെ, ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 21-ാം അധ്യായം, യാഗം നടത്തി അവിടെ നല്ലൊരു ദൈവാലയം പണിതു. ഏകദേശം ചരിത്രകാരന്മാരുടെ ഭാഷയിൽ 45 ഏക്കറിൽ താൻ ഒരു നല്ലൊരു ആലയം 7 വർഷം കൊണ്ട് പണിത് തീർത്തു. വിശദീകരിച്ച് പഠിക്കണമെങ്കിൽ രാജാക്കന്മാർക്ക് എഴുതിയ 1-ാം പുസ്തകം 5-ാം അധ്യായം, 6-ാം അധ്യായം, 7-ാം അധ്യായം, 8-ാം അധ്യായം പഠിച്ചാൽ ഇവിടെ കിടപ്പുണ്ട്. ദിനവൃത്താന്തങ്ങളിലും കിടപ്പുണ്ട്. 5 ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം, 6-ാം അധ്യായം, 7-ാം അധ്യായത്തിലും കിടപ്പുണ്ട്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞാൽ സമയം ഓടിപ്പോകുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ ഈ ശലോമോൻ പരാജയപ്പെട്ടു, ദൈവവചനത്തിന് വിരുദ്ധമായി പോയി. ദൈവം അരുതെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു. അങ്ങനെ അവസാനം സ്വോത്രത്തിൽ തുടങ്ങി സൂത്രത്തിൽ നിർത്തിയതുകൊണ്ട് അവസാനം പെണ്ണുങ്ങൾ പറയും അത് ചെയ്തോണം, പെണ്ണുങ്ങൾ പറയും അത് ചെയ്തോണം. കാരണം 1, 2 അല്ലല്ലോ, ശ്രീകൃഷ്ണനെ പോലെ 1000 ചില്ലുവാനുണ്ടെന്നത്. അതുകൊണ്ടാണ് 7-ന്റെ സഭാപ്രസംഗി 7-ന്റെ 28 തോന്നുന്നു, ഞാൻ താല്പര്യമായി അന്വേഷിക്കുന്നത് ഒരു കാര്യമുണ്ട്, 1000 പേരിൽ ഒരു പുരുഷനെ കണ്ടെത്തി, എന്നാൽ ഇത്രയും പേരിൽ ഒരു സ്ത്രീയെ കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് 1000 എണ്ണം ഉണ്ടായിരുന്നു. അതാണ് കാര്യം. 700 കുലീന പത്നിമാരും 300 വെപ്പാട്ടികളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഈ 1000 എണ്ണത്തിൽ ഒരെണ്ണത്തിനെ പോലും കൊള്ളില്ലെന്ന്. അന്ന് ആ ബത്സേബയാണെങ്കിൽ നല്ലൊരു സഹോദരിയാണ്. ആ ബത്സേബയാണ് സരസ്വാക്യം 31 എഴുതിയത് ബത്സേബയാണെന്ന അവിടെ ചരിത്രകാരന്മാർ പറയുന്നു. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല, ആ ഭാഗമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അവരാണെന്നുള്ള. എൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ അതുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ പേര് വന്നില്ല. മാത്രമല്ല സൂത്രത്തിൽ അവസാനിച്ചു എന്ന് പറഞ്ഞാൽ ഇവർ പറയും ഞങ്ങളുടെ ദൈവത്തെ ആരാധിച്ചാൽ നീ മിൽക്കോവിനെയും അവനെയും ഇവനെയും ഇവരെയൊക്കെ നീ ആരാധിച്ചോണം, ഇനി നിൻ്റെ ജീവനായ ദൈവത്തെ നീ ആരാധിക്കണ്ട, ജീവനുള്ള ദൈവത്തെ ആരാധിച്ചാൽ മതി. ജീവനുള്ള ദൈവമെല്ലാം മരിക്കണം, ജീവനായ ദൈവത്തിന് മരണമില്ല. അത്രയും വ്യത്യാസമാണ് വാക്കുകൾക്കുള്ളത്, അത് മനസ്സിലാക്കുക. ജീവനായ ദൈവത്തിന് മരണമില്ല, ജീവനുള്ള ദൈവം മരിക്കണം. പോട്ട് അങ്ങനെ ഞങ്ങളുടെ വിഗ്രഹത്തെ കുമ്പിട്ടോ ഒരാൾ പറഞ്ഞു തരുമ്പോൾ ഒരാളെ കുമ്പിടും, അടുത്താളെ കുമ്പിടും. അയ്യോ, അവസാനം ഇയാളുടെ ഊപ്പാട് വന്നു. ആവശ്യമില്ലാത്ത പണിക്കൊക്കെ പോയിട്ടല്ലേ ഈ ഊപ്പാട് വരുന്നത്. ആവശ്യമുള്ളതിന് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കുമോ? ഇല്ല. അതുകൊണ്ട് ശലോമോന്മാരെ നിങ്ങളൊരു കാര്യം ചെയ്യണം, ആവശ്യമില്ലാത്ത പണിക്ക് പോകരുത്.
നമ്മൾ ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തതയോടെ വിശുദ്ധിയോടെ ചെയ്യുവാൻ ഇടയാകട്ടെ. അതുകൊണ്ട് പറഞ്ഞു, യേശുക്രിസ്തു പറഞ്ഞു, ശലോമോനേക്കാൾ ഞാൻ വലിയവൻ. മത്തായി 12:42. ശലോമോനേക്കാൾ വലിയവൻ, യോനയേക്കാൾ വലിയവൻ, അടുത്ത് അബ്രാമിനേക്കാൾ വലിയവൻ, അബ്രാമിനേക്കാൾ വലിയവൻ. യഹൂദന്മാരുമായിട്ട് ഭയങ്കര ഒരു വാദമുണ്ടായി. യേശുക്രിസ്തു അവസാനം ഉള്ള കാര്യമ്പോൾ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അംഗീകരിക്കത്തില്ല. അവസാനം കൊണ്ടുവന്ന് ഞങ്ങളുടെ പിതാവ് അബ്രഹാമാണ് പറഞ്ഞു, അബ്രഹാമിന് മുൻപേ ഞാനുണ്ട് എന്ന് പറയുമ്പോൾ നിനക്ക് 50 വയസ്സ് പോലും ആയിട്ടില്ല ഇതുവരെ. അമ്മ കറക്റ്റ് അറിയത്തില്ല. കർത്താവ് 33 തിരുവയസ്സ് വരെ ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വയസ്സ് പോലും അവിടെ ജനിച്ചിട്ട് ഈ യഹൂദന്മാർക്ക് അറിയില്ല. ഈ അറിയാൻ വയ്യാത്തവന്മാരെ ഈ തർക്കിക്കുന്നത് ശരിക്കും പറഞ്ഞു. യോഹന്നാൻ 8 നിങ്ങൾ പഠിച്ചാൽ മതി. ഈ തർക്കിക്കാൻ വരുന്നവെന്ന് പറഞ്ഞാൽ ഇവനെ അറിയാത്തവനാ. കാരണം യേശുക്രിസ്തു ആകപ്പാടെ 33 തിരുവയസ്സ് വരെ ഈ ഭൂമിയിലുണ്ടായിരുന്നുള്ളൂ. ഇനി വേണമെങ്കിൽ ഒരു തെളിവൂടെ തരാം. കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 15 1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങൾ ഇവിടെ വായിച്ചാൽ മതി. ഒരു 40 ദിവസം കൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ദൈവപുത്രൻ. റോമർ 1:5 അവൻ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് തെളിയിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു മറിയ കാല് വാരാൻ പോയപ്പോൾ മറിയോട് പറഞ്ഞു, മറിയേ നീ എൻ്റെ കാലെ തൊടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്ക പോയിട്ടില്ല, എന്നെ ഏൽപ്പിച്ചവൻ്റെ അടുക്ക പോയിട്ട് ഞാൻ വരും. ഇന്ന് എത്ര റോക്കറ്റ് എത്ര മണിക്കൂർ കൊണ്ട് വേണം അവിടെ പോകാൻ. പോയി വന്നു കണ്ടോ, അതാണ് റോക്കറ്റ്. ഇതുപോലെ ഒരു റോക്കറ്റ് ഒരുത്തന്നെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഒരു ഗവൺമെൻറ് കണ്ടുപിടിച്ചിട്ടില്ല. രാവിലെ പോയി ഉടൻ വന്നെന്ന് പോയി അവിടെ ചെന്ന് എന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങളൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഉടനെ വന്ന് 40 ദിവസം കൂടെ ഉണ്ട്. അതുകൂടെ വേണം പറയാം. കൊരിന്ത്യർക്ക് 1 ലേഖനം 15 1 മുതലുള്ള ഭാഗങ്ങൾ വായിച്ചാൽ. അപ്പോൾ ഞാൻ എൻ്റെ ചിന്താവിഷയത്തിലേക്ക് വരുമ്പോൾ അബ്രാഹാമിന് എത്ര വയസ്സുണ്ടെന്ന് യേശുക്രിസ്തുവിന് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറഞ്ഞാൽ തിരുവചന ധ്യാനമനുസരിച്ച് എൻ്റെ തിരുവചന ധ്യാനമനുസരിച്ച് പറഞ്ഞാൽ ഒന്ന് നല്ല രീതിയിൽ പറഞ്ഞ റോമർ 9:4-5 വാക്യം വായിക്കുമ്പോൾ 8 കൂട്ടം കാര്യം അവിടെ പറയുന്ന കൂട്ടം ക്രിസ്തുവും ജഡപ്രകാരം ജഡപ്രകാരം എന്ന് പറയുന്ന തെറ്റ്, ജഡസാദൃശ്യത്തിൽ വന്ന ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. ജഡസാദൃശ്യമാണ്. അപ്പോൾ യോഹന്നാൻ 1:14 ജഡത്തിൽ വന്നു എന്നൊരു പദം കിടപ്പുണ്ട്. ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ആയിരിക്കും. കാരണം യേശുക്രിസ്തു ജഡത്തിലല്ല ജനിച്ചത്, ജഡസാദൃശ്യത്തിൽ വന്നെന്ന ആത്മാവിൻ്റെ വെളിപ്പാടുള്ളവൻ വിളിച്ചു പറയുക. ഫിലിപ്പിയർ 2:7 റോമർ 8:3 വാക്യം വായിച്ചു കഴിഞ്ഞാൽ ജഡസാദൃശ്യത്തിലാണ് വന്നത്, ജഡത്തിൽ വന്നത്, ജഡമായി തീർന്നത് പിന്നെയാണ് എന്ന് പറയാൻ ലോകത്തിൻ്റെ പാപം മുഴുവനും ചുമക്കുന്ന ദൈവകുഞ്ഞാടെന്ന് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1:29 പാപമില്ലാത്തവനിൽ പാപമാക്കി എന്ന് 2 കൊരിന്ത്യർക്ക് 2 ലേഖനം 5:21 ആ ഭാഗം കൊണ്ട് ഞാനവിടെ നിർത്തട്ടെ. ഈ ജഡസാദൃശ്യത്തിൽ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ ക്രിസ്തു യേശുവും ഉത്ഭവിച്ചത്. എന്നിട്ട് പോലും യവന്മാർക്ക് എന്തില്ല. യോഹന്നാൻ 8:40 മുതൽ നിങ്ങൾ 60 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചാൽ മതി, 58 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചാലും മതി, 59 വരെ എത്താം. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുക, നീ അബ്രാമിനെ കണ്ടിട്ടുണ്ടോ? അബ്രാം ജനിക്കുന്നതിന് മുൻപ് ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും. അപ്പോൾ പറഞ്ഞു നീ ശമരിയനാ, നിനക്ക് ഭൂതമുണ്ട്. ഉള്ളത് പറയുന്നവന് ഭൂതം, ഇല്ലാത്തത് പറയുന്നവന്, നുണ പറയുന്നവന് ഭൂതമില്ല. ഉള്ളത് പറയുന്നവന് ഭൂതവും, അവൻ പിന്നെ ശമരിയനാണ്. യേശു എന്ന് പോലെ അമ്മരെ വിളിക്കാൻ തയ്യാറായി. ഇവൻ ശമരിയനാണ്, യവന് ഭൂതം ഉണ്ടെന്ന് 2 സ്ഥലത്ത് അവിടെ പറയുന്നുണ്ട്. പിന്നെ കൂടെ നടന്ന ഒരുത്തം പറയുന്നുണ്ട്. കടലിൽ മീതെ അമ്മരെ രക്ഷിക്കാൻ വേണ്ടി മത്തായി 14:22 മുതൽ 32 വരെ വായിക്കുമ്പോൾ കടലിൽ മീതെ യേശുക്രിസ്തു വന്നു നടന്നു വരുന്നത് കണ്ടുകൊണ്ട് അപ്പോൾ പത്രോസ് വിളിക്കുക, അയ്യോ ഭൂതം വരുന്നത്.
ഒരുക്ക ഭൂതം എന്ന് വിളിക്കുക, ഒരുക്ക യേശു എന്ന് വിളിക്കുക, ഒരുക്ക നാഥ എന്ന് വിളിക്കുക. ഒന്നിനും സ്ഥിരതയില്ലാത്ത ആത്മാവ്. വായി വരുന്ന എന്ത് വേണമെങ്കിലും വിളിക്കുക. ഒരുക്ക വിളിച്ചു ഭൂതം എന്ന് വിളിച്ചു, ഒരുക്ക പറഞ്ഞ് യേശു എന്ന് വിളിച്ചു, ഒരുക്ക പറഞ്ഞ് നാഥ എന്ന് വിളിച്ചു. ഇങ്ങനെ പല വിധത്തിലാണ് വിളി. അപ്പോൾ വിഷയത്തിലേക്ക് വരുമ്പോൾ, ഞാൻ അബ്രഹാം ജനിക്കുന്നതിന് മുൻപ് ഞാനുണ്ട് എന്ന് പറയുമ്പോഴാ വെല്ലുവിളി. ഉള്ളത് പറയുമ്പോഴാ വെല്ലുവിളി. ഉള്ളത് പ്രവർത്തിക്കുമ്പോഴാ, സത്യമായി പ്രവർത്തിക്കുമ്പോഴാ വെല്ലുവിളി. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോയാൽ ഇതിൽ തീരില്ല. ഓടിച്ച് പറയാം ഒരു കാര്യം കൂടെ. ശലോമോനേക്കാൾ യേശു ക്രിസ്തു വലിയവൻ, യോനയേക്കാൾ വലിയവൻ, അബ്രാമിനേക്കാൾ വലിയവൻ, ഇനി ആദാമിനേക്കാളും വലിയവനാണ്. പുള്ളി എന്തിനാ വിടുന്നു? ആദാമിനേക്കാൾ വലിയവൻ. എൻ്റെ വാചകന ലോകത്തേക്കാൾ വലിയവൻ, ലോകത്തെ ഉണ്ടാക്കിയവൻ. കൊലോസ്യർ 1:15 മുതൽ 18 വരെ വായിച്ചാൽ മതി. അവിടെ കിടപ്പുണ്ട്. ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നവൻ. അപ്പോൾ ചോദിക്കും 3 ദൈവങ്ങളുണ്ട്, 3 ദൈവങ്ങളുടെ പേരെന്ന് പറയാൻ. ദൈവങ്ങളുടെ പേര് പറയാൻ എത്ര പേര് വേണം? യേശുനാമക്കാര എത്ര എണ്ണത്തിൻ്റെ പേര് വേണം? 3 ദൈവങ്ങളുണ്ടെങ്കിൽ 3ൻ്റെ പേര് വേണം. അവൻ അത്ഭുത മന്ത്രി, യെശയ്യാ 9:6 വായിച്ചിട്ടില്ലേ? അത്ഭുത മന്ത്രി, വീരണാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. അത്ര പേര് വേണം. എലോഹി, യഹോവ റാഫ, യഹോവ ഷമ്മ, യഹോവ സിത്കേനു, യഹോവ നിസി. എത്ര പേര് വേണം? 100 കണക്കിന് പേര് കിടക്കുകയില്ലേ എൻ്റെ പഠനത്തിൽ. അപ്പം ഞാനതിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ ഈ പറയുന്ന പുള്ളികളെക്കാളൊക്കെ വലിയവനാണ് യേശുക്രിസ്തു. ഈ പ്രസംഗിക്കുന്ന വ്യക്തി ജീവിതങ്ങളെക്കാൾ വലിയവനാണ് യേശുക്രിസ്തു. മഹാദൈവമാണ്, സത്യദൈവമാണ്, വിശുദ്ധിയുടെ ദൈവമാണ്. ഈ ദൈവമാണ് യേശുക്രിസ്തു. അതുകൊണ്ട് ഒരു ചിന്ത പറഞ്ഞ് പ്രാർത്ഥിക്കും. യേശുക്രിസ്തു കാനാവിലെ കല്യാണത്തിന് അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. അതാണ് കാര്യം. ഒരു 10 മിനിറ്റ് സമയമുണ്ട്. പറഞ്ഞല്ല, ലോകത്തേക്കാൾ വലിയവൻ, സ്വർഗത്തേക്കാൾ വലിയവൻ. എബ്രായർ 7:25-26. പവിത്രൻ, നിർമ്മലൻ, നിർദോഷൻ, ഇങ്ങനെയുള്ള മഹാപുരോഹിതനെയല്ലോ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുക, പവിത്രൻ, നിർമ്മലൻ, നിർദോഷൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതൻ. സ്വർഗത്തേക്കാൾ ഉന്നതൻ. യെശയ്യാ 33:5. അവൻ ഉന്നതനല്ലോ, അവൻ ഉയരത്തിലല്ലോ വസിക്കുക. അതിൻ്റെ മുകളിൽ ഒരുത്തനുമില്ല. സ്വർഗത്തേക്കാൾ ഉന്നതൻ എന്ന് പറഞ്ഞാൽ അതുവരെ ആരും പോയിട്ടില്ല. ഇന്ന് നക്ഷത്രങ്ങളുടെ ഇടയിൽ കിടന്ന് കളിക്കുന്നതേ ഉള്ളൂ. മുകളിലോട്ട് പോകാൻ പറ്റത്തില്ല. പോയാൽ വിവരം അറിയും. മനസ്സിലായില്ലേ? സ്വർഗത്തേക്കാൾ ഉന്നതൻ. നക്ഷത്ര തട്ടുകളിൽ കിടന്നുകൊണ്ട് കളിക്കാനേ പറ്റൂ, അല്ലാതെ ഒന്നും പോകാൻ പറ്റത്തില്ല. എന്നാലും അവിടെ കയറിയാലും ഓബദ്യാവിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ 1, 2, 3 വാക്യങ്ങളിലാണ് നീ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെച്ചാലും നിന്നെ പൊക്കി താഴെ ഇറക്കുമെന്ന്, തൂക്കിയെടുത്ത് താഴെ ഇടുമെന്ന്. അതുകൊണ്ട് ചന്ദ്രനിൽ പോയി സ്ഥലം വാങ്ങിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കർത്താവ് തൂക്കിയെടുത്ത് താഴെ ഇടുമെന്ന് പറഞ്ഞാൽ തൂക്കിയെടുത്ത് താഴെ ഇടും. അതുകൊണ്ട് ആ കോടികൾ മുടക്കി, മില്യൺ കോടികൾ മുടക്കി അവിടെ പോയി സ്ഥലം വാങ്ങിക്കാതെ ഈ ഇന്ത്യയിൽ തന്നെ ഉള്ള സ്ഥലത്ത് പോയി കിടക്കും. അതാണ് നല്ലത്. എൻ്റെ ഭാഷയെ പറഞ്ഞു. ഓബദ്യാവിൻ്റെ പുസ്തകം എടുത്ത് വെച്ച് പഠിച്ചാൽ മതി. ഏതോമിനെ കുറിച്ച് പറയുമ്പോൾ നീ നക്ഷത്രങ്ങളുടെ ഇടയിൽ പ്രവചനം അന്നേ കിടക്കുക. അന്നേ BC 700 കാലഘട്ടങ്ങളിലെ പ്രവചനം കിടക്കുക, നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂട് വയ്ക്കുമെന്ന്. അതും കണ്ടുപിടിച്ചിട്ട് പോയി കൂട് വെച്ചിരിക്കുക. ഇപ്പോൾ സ്ഥലം വാങ്ങിച്ചിട്ട് ചന്ദ്രനിൽ വെള്ളമുണ്ട്, ചൊവ്വാഗ്രഹത്തിൽ വെള്ളമുണ്ട്. വെള്ളം തണ്ണിയും കുടിച്ചുകൊണ്ട് അവിടെ കിടക്കത്തില്ല അധികം നാൾ. അധികം നാൾ അവിടെ കിടക്കത്തില്ല, താഴെ ഇറക്കൂലേ ദൈവം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ, 80-നും 90-നും മുകളിൽ സീറ്റോടുകൂടി കോൺഗ്രസ് കയറും. ഇന്നത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്ന VD സതീശനായിരിക്കും മുഖ്യമന്ത്രി എന്ന്. അതിൻ്റെ പറയാനുള്ള കാരണം ഉണ്ടായിരുന്നു. നേരത്തെ വേറെ ആൾക്കാരൊക്കെ പ്രവചിച്ചിട്ടുണ്ട്. നമ്മൾ വലിയ പ്രവാചകനൊന്നുമില്ല, ദൈവം തന്നെ ഒരാലോചന പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. 90-ന് മുകളിൽ സീറ്റോട് കൂടെ കയറുമെന്നേ പറഞ്ഞുള്ളൂ. അത്ര പറഞ്ഞു. ഞാൻ 100-എന്നൊന്നും പറഞ്ഞില്ല. മുകളിൽ എത്രയോ ആകും. പക്ഷെ VD സതീശൻ മുഖ്യമന്ത്രി ആകും എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇവർ ഫലം പ്രഖ്യാപിക്കുന്നതിന് മുൻപേ
അടി തുടങ്ങി മുഖ്യമന്ത്രിക്ക്. എടാ, അവനവനെ ഏൽപ്പിക്കുന്ന ദൗത്യം ചെയ്താൽ പോരെ. എന്തിനാ പറയുന്നത്? മുഖ്യമന്ത്രി ആയിരിക്കാൻ യോഗ്യൻ എന്ന് പറഞ്ഞാൽ പുള്ളിയാണ്. കാരണം 35 സീറ്റിൽ കിടന്നിടത്ത് 102 സീറ്റ് കൊണ്ടുവന്നത് വി ഡി സതീശനാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പട നയിച്ചവൻ പടനായകനാകണം, അതാണ് വേണ്ടത്. കൂടെ സഹായിച്ചവരുണ്ട്, ഒറ്റക്കെട്ടായിട്ട് നിന്നു പ്രവർത്തിച്ചത് കൊണ്ടാണ് 102 സീറ്റ് കിട്ടിയത്, MLA-മാരുള്ളത്. നീ മാത്രമല്ല, മറ്റേ പുള്ളി സങ്കേത നഗരത്തിൽ പോകണമെന്ന് നേരത്തെ പറഞ്ഞു. അപ്പം സങ്കേത നഗരത്തിൽ കയറി ഇരിക്കുക. മനസ്സിലായില്ലേ? ചിലതൊക്കെ ചത്തൊഴിയുന്നതല്ലാതെ ശരിക്കും പറഞ്ഞാൽ അടുത്ത പദവിക്ക് വേണ്ടി പിടിച്ച് ഞാൻ കിടക്കുക, ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. ഇവിടെ അടുത്ത തലമുറയ്ക്ക് കൈമാറിയിട്ട് മാറി വീട്ടിൽ പോയി സങ്കേത നഗരത്തിൽ പോയി ഇരുന്നൂടെ? എന്തൊരു കട്ടമെന്ന് നോക്കണേ. മില്യൺ കോടികൾ ഉണ്ടാക്കിയിട്ടില്ലേ? ചീത്ത വിളി കിട്ടിയാലും വേണ്ടിയില്ല. എൻ്റെ വിഷയം അതല്ല, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരിക. സഹോദരന്മാർ ക്ഷമിക്കണം, അതാ പറഞ്ഞത്. നിങ്ങൾ ചീത്ത വിളിച്ചാൽ ഞാൻ തിരിച്ച് ചീത്ത വിളിക്കത്തില്ല. ഒരുത്തൻ എന്നെ പട്ടിയുടെ പൂച്ച എന്നൊക്കെ വിളിച്ചട കിളവാന്നൊക്കെ വിളിച്ചു. അതുകൊണ്ട് എനിക്കെന്നെ സംബന്ധിച്ച് ഐ ഹാവ് നോ ഒബ്ജക്ഷൻ. എനിക്ക് യാതൊരു എതിർപ്പുമില്ല. കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, ഇതൊന്നും പറയാൻ സമയമില്ല. മോശയേക്കാൾ വലിയവൻ കാനാവിലെ കല്യാണത്തിന് യോഹന്നാന്റെ സുവിശേഷം 2:11 അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. എന്താ മോശയേക്കാൾ വലിയവനെന്ന് പറയാനുള്ള കാരണം? ഒരേ ഒരു കാരണമാണ് ഉള്ളത്. എന്താ? പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 19 വരുമ്പോൾ അവിടെ പറയുന്നൊരു പദമുണ്ട്. അവിടെ പറയുന്നൊരു പദമാണ് ഞാൻ പറയാൻ പോകുന്നത്. മോശ മിസ്രയീമിൽ വെച്ച് ആദ്യമായി ചെയ്ത ഒരു കാര്യമാണ് ഈജിപ്തിലെ നീല നദിയെ വടികൊണ്ട് ഒക്കിയടിച്ച് രക്തമാക്കി മാറ്റി. അപ്പോൾ മോശയേക്കാൾ വലിയവനെന്ന് പറയുമ്പോൾ ചില കാര്യങ്ങളെങ്കിലും പറയണ്ടേ? അതിന് തെളിവോടുകൂടിയാണ് പറയുന്നത്. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 19 മുതൽ 22 ഭാഗങ്ങൾ വായിച്ച 19-ാം വാക്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മോശ വടിയെടുത്ത് ആദ്യമായിട്ട് മിസ്രൈമിൽ ചെയ്ത, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ അത്ഭുതം എന്നൊന്നും ഞാൻ പറയുന്നത്, ഇതൊന്നും വലിയ അത്ഭുതമൊന്നുമല്ല. മരിച്ചവരെ ഉയർപ്പിക്കുന്നതൊന്നുമല്ല അത്ഭുതമൊക്കെ വേറെ കിടപ്പുണ്ട്. നമ്മൾ പറയും മരിച്ചവരെ ഉയർപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ഞാനാണെങ്കിൽ ബാംഗ്ലൂർ ഒരു കൊച്ചിനെ പ്രാർത്ഥിച്ചു, ജീവൻ പ്രാപിച്ചു. സൗദിയിൽ വെച്ച് അവരൊക്കെ കേൾക്കുന്നുണ്ട്. സൗദിയിൽ വെച്ച് ഒരാൾ മൊത്തം വിധി എഴുതി, അവരെ ഏത് സമയത്തും പെട്ടിക്കകത്താക്കാമെന്ന് വിധി എഴുതി. അദ്ദേഹത്തെ ഞാൻ പാറശാലയിൽ പോയി കാണുവാനിടയായി. അവിടെ നിന്ന് അദ്ദേഹത്തെ ദൈവം അവിടെ അയച്ചു. എൻ്റെ അമ്മായിയപ്പനും അതുപോലെ മരിച്ചു. ഇതാ കൊണ്ടുവെക്കോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് രക്ഷ പ്രാപിച്ചു. ഇന്ന് ജീവനോടെ ഇരിക്കുന്നവരെല്ലാം ജീവനോടെ ഇരിക്കുക. ഇതൊന്നും അത്ഭുതമൊന്നും അല്ലെന്ന്. ഒരു നിയോഗത്താൽ പ്രാർത്ഥിക്കുന്നു, എഴുന്നേൽക്കുന്നു, അത്രയേ ഉള്ളൂ. ദൈവം പ്രവർത്തിച്ചില്ലെങ്കിൽ ആരെന്ത് ചെയ്താൽ ആരെക്കൊണ്ടാ കഴിയുന്നത്? നല്ല പഠിച്ച ഡോക്ടർമാർ കൈവിടുന്നതിനെ അവർ കൈവിടുന്നതിനെ പ്രാർത്ഥിച്ച് ജീവിപ്പിക്കണമെങ്കിൽ 3 പേരെ ജീവിപ്പിച്ചു ഞാൻ. നെഞ്ചത്തടിയും വിളിച്ചു നോക്കലോ മെഡിക്കൽ കോളേജുകൾ. ഞാൻ ഒരൊറ്റ പ്രാർത്ഥന അവിടെ നിന്നുണ്ട് പറഞ്ഞത്. നമ്മൾ ആരെ പരിസരം നോക്കാൻ പരിജ്ഞാനമുള്ള ചെയ്തതല്ല, ആരെ അവഗണിച്ചതല്ല. ദൈവം ഒരു മനുഷ്യന് കൊടുത്തിരിക്കുന്ന ആയുസ് എത്രയാണോ അത്രയും ദിവസം കഴിയാതെ ആർക്കും ഇവിടുന്ന് ലോകം മരിച്ചെന്ന് പറഞ്ഞാലും അവിടുന്ന് അവിടെ പോകാൻ പറ്റത്തില്ല. അങ്ങനെ 3 പേരോളം. അത് അത്ഭുതമാണ്, ഒന്നും അത്ഭുതമൊന്നുമല്ല. പ്രാർത്ഥിച്ചു, ദൈവം പ്രവർത്തിച്ചു, അത്രയേ ഉള്ളൂ. ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെട്ടു, പ്രാർത്ഥന കേട്ടു. അതല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ആ 3 പേരും ജീവിച്ചിരിപ്പുണ്ട്. ഒരാൾ പാറശാല, ഒരാൾ കാട്ടാക്കട, ഒരാൾ ബാംഗ്ലൂർ. ആ പുള്ളിന്ന് ലണ്ടനില്ല. ഞാൻ അത്രയും പറയുന്നത്. അപ്പോൾ ഇതൊന്നും വലിയ കാര്യമല്ല. ഇതിനൊന്നും ഞാൻ വലുതായിട്ട് എടുക്കാറുമില്ല. പക്ഷെ ഒരു കാര്യം,
യേശു ക്രിസ്തു മോശയേക്കാൾ വലിയവനെന്ന് പറയണമെങ്കിൽ പ്രവചനം കിടപ്പുണ്ട്. ആവർത്തനം 18:15, ആവർത്തനം 18:18. ഇവരുടെ ഇടയിൽ നിന്ന് നിന്നെപ്പോലൊരു പ്രവാചകൻ എഴുന്നേൽക്കും. പ്രവചനം, നിന്നെപ്പോലൊരു പ്രവാചകൻ എന്ന് അവിടെ നിന്നുണ്ടാ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. എബ്രായർ 3:3 പറഞ്ഞത് മോശയേക്കാൾ വലിയവനാണ്. അത് മാത്രമല്ല, തെളിയിക്കണമെങ്കിൽ കാനാവിലെ കല്യാണവും ആദ്യത്തെ നടന്ന അടയാളങ്ങളുടെ ആരംഭമായി നടന്ന കാനാവിൽ നടന്ന കാര്യവും ആദ്യമായിട്ട് മിസ്രൈമിൽ നടന്ന കാര്യവും 7:19-20 വാക്യം, പുറപ്പാട് 7:19-20 വാക്യം കൂടെ ചേർത്ത് പഠിച്ചെങ്കിലേ യേശു ക്രിസ്തു മോശയേക്കാൾ വലിയവനെന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഈ രണ്ട് കാര്യം കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ മോശ വടിയെടുത്ത് ഈജിപ്തിലെ നീലനദിയെ ഓങ്ങി ദേഷ്യത്തോടെ അടിച്ചു. രക്തം വെള്ളമായി, അറപ്പും വെറുപ്പും നാറ്റവുമായി തീർന്നപ്പോൾ, ഉപയോഗശൂന്യമാക്കി മാറ്റിയപ്പോൾ, ഫറവോന്റെ ആരാധനമൂർത്തിയായ നീലനദിയെ വെള്ളത്തെ ശൂന്യമാക്കി പാഴാക്കി മാറ്റിയപ്പോൾ യേശുക്രിസ്തു കണ്ടോ? അവിടെ എഴുതിയിരിക്കുന്ന പുറപ്പാട് 7:19 വാക്യത്തിൽ പറയുന്നത്, മരപാത്രങ്ങളും കൽപാത്രങ്ങളിലും രക്തം, നാറ്റിക്കുന്ന അവസ്ഥ, വെറുപ്പിക്കുന്ന അവസ്ഥ, കുടിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ ആക്കിയപ്പോൾ യേശുക്രിസ്തു അതേ കൽപാത്രങ്ങളിൽ കണ്ടു. കോരി നിറപ്പിൻ, കോരി കൊടുപ്പിൻ. രണ്ട് കാര്യമാണ്. കോരി നിറയ്ക്കണം. അവിടെ പറയണമെങ്കിൽ നിറയ്ക്കണമെങ്കിൽ ഇരിക്കണ്ടേ സഹോദരന്മാരെ, ദൈവദാസന്മാരെ, ദാസിമാരെ, കിട്ടുന്നതും കൊണ്ട് ഓടാനിരിക്കാതെ നിറയ്ക്കാനിരിക്കണം. ചിലര് കിട്ടുന്നതും കൊണ്ടങ്ങ് ഓട്ടമാ. ഓടിക്കോ, നല്ലതാ. കിട്ടിയതും കൊണ്ട് ഓടാതെ നിറയ്ക്കാനിരിക്കണമെന്ന്. നിറയ്ക്കാൻ എന്ന് പറഞ്ഞാൽ നിറയ്ക്കണമെങ്കിൽ ഇരിക്കണം. ഇരുന്നാൽ പോരാ, എഴുന്നേൽക്കണം. എഴുന്നേറ്റാൽ പോരാ, നടക്കണം. നടന്നാൽ പോരാ, ഓടണം. എങ്ങനെ ഓടണം? ചട്ടപ്രകാരം ഓടണം. കൊരിന്ത്യർക്ക് 9:24-27 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചോണ്ടാ മതി. അവിടെ കിടപ്പുണ്ട്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകർ, എങ്കിലും ബിരുദ പ്രാപിക്കുന്നത് ഒരുവൻ. ആ ഭാഗം ഞാൻ അവിടെ വിടുകയാണ്. കോരി നിറപ്പിൻ. ബാക്കിയൊക്കെ പ്രസംഗിച്ചിട്ടുള്ളത് കൊണ്ട് വിടുക. കോരിക്കൊണ്ട് കൊടുപ്പിൻ. കൊടുത്തു കഴിഞ്ഞപ്പോൾ രുചി നോക്കിയാറ്. മുമ്പലത്തേതിലും നല്ലതാ, മുമ്പലത്തേതിലും നല്ലതാ. രുചി നോക്കിയാറ് മുൻപിലത്തേതിലും നല്ലതാ കൊടുക്കുന്ന. കർത്താവ് കൊടുക്കുമ്പോൾ നല്ലതേ കൊടുക്കൂ, ശ്രേഷ്ഠമായതേ കൊടുക്കൂ, ശ്രേഷ്ഠമായതേ നിങ്ങൾക്ക് തരൂ. പ്രാർത്ഥിച്ചോ, ഇരുന്ന് നിറച്ചോ. കർത്താവിൻ്റെ വചനപ്രകാരം ആഴത്തിൽ വലയിറക്കുക എന്ന് പറഞ്ഞാൽ ലൂക്കോസ് 5:5 മുതൽ 10 വരെ 8 വരെ വായിക്കുമ്പോൾ സ്തോത്രം, ഒരു വാക്ക് പറഞ്ഞാൽ അതുപോലെ പറയുന്ന സമയത്ത് ചെയ്യണം. ആമൻ. കോരി നിറയ്ക്കാൻ പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ അനുഗ്രഹം അത് എതിർക്കാതെ അനുസരിച്ചു. പറഞ്ഞ പാത്രത്തിൽ നിറച്ചു. പറഞ്ഞ പാത്രത്തിൽ, അവർക്കിട്ടുള്ള പാത്രത്തിലല്ല നിറയ്ക്കാൻ പോയത്, പറഞ്ഞ പാത്രത്തിൽ നിറച്ചു. നമ്മളാണെങ്കിൽ ഓടിക്കോരിക്കൊണ്ടുപോയി. ഒരുപാട് കാര്യം പറയണ്ട. അകത്തെ പാത്രത്തിൽ നിറയ്ക്കും, പുറത്തെ പാത്രത്തിൽ നിറയ്ക്കത്തില്ല. കാരണം അകത്തിരിക്കുന്നവൻ നിറഞ്ഞിരിക്കുകയില്ലേ. അതുകൊണ്ട് അകത്ത് നിറയ്ക്കും, പുറത്ത് നിറയ്ക്കത്തില്ല. ഞാനൊരു ദൂത് പറയാം.
യേശു ക്രിസ്തു എന്ത് പറയുന്നു? പുറത്തിരിക്കുന്നതിന് നിറയ്ക്കാൻ പറഞ്ഞാൽ പുറത്തിരിക്കുന്നതിന് നിറയ്ക്കണം, നീ അകത്ത് നിറയ്ക്കാൻ പോകരുത്. അനുസരണം, ഓബിഡിയൻസ് ആൻഡ് ഡിസോബിഡിയൻസ്. അകത്തിരിക്കുന്നതിനെ നിറയ്ക്കാനാ എല്ലാവരും അങ്ങ് ഡ്രമ്മടിയും ഡ്രം സെറ്റും കാര്യങ്ങളും അടിച്ചു പൊളിക്കുന്നത്. അകത്തിരിക്കുന്നതിനെ നിറയ്ക്കാനാ, പുറത്തിരിക്കുന്നതിനെ നിറയ്ക്കാനാ കർത്താവ് പറഞ്ഞത്. എലീശയെ നോക്കിക്കേ, രാജാക്കന്മാർക്ക് എഴുതിയ 2-ാം പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 7 വരെ വായിക്കുമ്പോൾ അയൽവക്കക്കാരോട് പോയി കാലിപ്പാത്രം വാങ്ങി അതിനെ നിറയ്ക്കാനാ പറഞ്ഞത്. അകത്തിരിക്കുന്നതൊക്കെ നിറഞ്ഞെന്ന് പറഞ്ഞിരിക്കുന്നവരാ, തികഞ്ഞെന്ന് പറഞ്ഞിരിക്കുന്നവരാ. എവരെ നിറച്ചിട്ട് കാര്യമൊന്നുമില്ല, കാര്യമൊന്നുമില്ലെന്ന്. അതുകൊണ്ട് പറഞ്ഞ് പുറത്തിരിക്കുന്നതിനെ നിറയ്ക്കാൻ അവർ അനുസരിച്ചു. കോരി നിറച്ചു, വക്കോളം നിറച്ചു. കോരിക്കൊടുപ്പിൻ, രുചി നോക്കിയാറേ. എന്ത് സംഭവിച്ചു? ഇത് ശ്രേഷ്ഠമായതാണ്. ഞാനൊരു ദൂത് പറയാം. നാളുകളായി പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ലേ? എൻ്റെ അപ്പൻ തരുമ്പോൾ ശ്രേഷ്ഠമായത് ദൈവം തരും. ശ്രേഷ്ഠമായത് തന്നെ ദൈവം തരും. അതിനൊരു മാറ്റമില്ല. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവകൃപ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അവിടെയും ലൂക്കോസ് 5-ാം അധ്യായം നിങ്ങൾ പഠിക്കുമ്പോൾ അവിടെയും പറയുന്നൊരു പദമുണ്ട്. എന്താണ് അവിടെ പറയുന്നത്? അവിടെ പറഞ്ഞൊരു കാര്യമാണ്, ആഴത്തിൽ വലയിറക്കുക. ചോദ്യം കൂടാതെ അനുസരിച്ചത് മൂലം നന്മ, വല കീറുമാറ് നന്മ കിട്ടി, തനിക്കും കിട്ടി, കൂടെയുള്ളവർക്കും കൊടുത്തു. ഇന്ന് ശൂന്യതയാകുന്ന പടകിലാണോ നിങ്ങളായിരിക്കുന്നത്? നിങ്ങളുടെ പടകിനെ നിറയ്ക്കുവാൻ യേശു ക്രിസ്തുവുണ്ട്. അവൻ ആരാണ്? സകലത്തിനും മുൻപൻ, സർവ സൃഷ്ടിക്കും മുൻപൻ, ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നവൻ, ആ മഹാദൈവമായ ക്രിസ്തു. കൊലോസ്യർ 2:12 പറയുന്നു, മഹാദൈവമാ, അവൻ സത്യദൈവമാ, അവൻ അത്യുന്നതനാ. റോമർ 9:5 പറയുന്നു, അവൻ അത്യുന്നതനാണ്. ആ ഉന്നതനായ ദൈവത്തെ നമുക്ക് പ്രാർത്ഥനയോടെ ഈ വചനം ശ്രവിക്കാം. അടിയന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെ, ജാതി മത സംഘടനാ വ്യത്യാസമന്യേ എല്ലാ പ്രിയപ്പെട്ടവർക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യ ഭരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം, പ്രധാനമന്ത്രിയെ ഓർത്ത്, പ്രസിഡന്റിനെ ഓർത്ത് പ്രാർത്ഥിക്കാം, സുവിശേഷത്തിൽ തൽപരരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബാംഗങ്ങൾ, കുഞ്ഞുകുട്ടികൾ സ്കൂൾ തുറക്കുന്നല്ലോ, എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാത്ത അനേകരുണ്ട്. അടിയനോട് അനേകർ ചോദിക്കാറുണ്ട്, എന്തെങ്കിലും ഒരു ചെറിയൊരു സഹായം ചെയ്യണമെന്ന്. സ്തോത്രം. എന്നാൽ അവരവരെ കൊണ്ട് കഴിയുന്നത് ചെയ്യുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ. ജാതിമത സംഘടനാ വ്യത്യാസം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ അബണ്ടൻലി. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ.